റോക്കറ്റ് ആക്രമണത്തിൽ 12 കുട്ടികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയേക്കും. തിരിച്ചടിക്കുവാനുള്ള ഇസ്രയേൽ നീക്കത്തെ അമേരിക്കയും പരോക്ഷമായി അംഗീകരിച്ചു. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര. പുതിയ ബ്യൂറോകളൊക്കെ തുറക്കാൻ ശ്രമിക്കുന്നു, നല്ല കാര്യം, അത് നന്നായി പ്രവർത്തിക്കട്ടെ. നമ്മുടെ മീനു ചേലാടനെ പോലുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂടെ. താങ്ക് യു, പറയൂ. നമ്മുടെ ക്രിസ്ത്യനയ്ക്ക് അവിടെ സുഖമായിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ട കാര്യം, നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ വളരെ ആവേശത്തോടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൃഷ്ണ വർഗീസ്. അപ്പോഴാണ് കൃഷ്ണയ്ക്ക് കാനഡയിലെ ഒരു സാധ്യത വന്നത്, അങ്ങോട്ടേക്ക് പറന്നു. ഇനിയിപ്പോൾ അവിടെ 24 വേണ്ടി പ്രവർത്തിക്കുന്നു. ഓക്കെ, ഓവർ ടു യു. ഗുഡ് മോർണിംഗ് എസ് കെൻ പറഞ്ഞതുപോലെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ചാനലായിട്ട് 24 മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വാർത്തകൾ കൂടുതൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പ്രധാന നഗരങ്ങളിൽ ബ്യൂറോകൾ ആരംഭിക്കുന്നത്. വരും ആഴ്ചകളിൽ മറ്റ് ബ്യൂറോകളുടെ പ്രവർത്തനവും ആരംഭിക്കും. ഇനി വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇസ്രയേൽ അധിനിവേശ ഗോലൻ മലമുകളിൽ ഇന്നലെ നടന്ന ഈ റോക്കറ്റ് ആക്രമണത്തിൽ കൗമാരപ്രായത്തിലുള്ള 12 കുട്ടികൾ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പിന്നിൽ ഹിസ്ബുള്ള ഗ്രൂപ്പാണെന്ന് ഇസ്രയേൽ ആരോപിച്ചിരുന്നു. വൈറ്റ് ഹൗസും ഇതിന് പിന്നാലെ ഈ ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഹിസ്ബുള്ള നേതൃത്വം ഇത് നിഷേധിച്ചിരിക്കുകയാണ്. കുട്ടികളെ കൊലപ്പെടുത്തിയതിന് പകരം ചോദിക്കുവാൻ സമയവും തീയതി നിശ്ചയിക്കുവാൻ ഇന്നലെ രാത്രി ചേർന്ന ഇസ്രയേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയും സഖ്യകക്ഷികളും ഒരു വലിയ തോതിൽ തിരിച്ചടിച്ച് ഈ വിഷയം വഷളാക്കരുതെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനെതിരെ തിരിച്ചടിക്കുവാൻ അമേരിക്കൻ സൈന്യം ഇറങ്ങില്ല എന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു വശത്ത് അമേരിക്ക തിരിച്ചടിക്കുവാൻ പരോക്ഷമായി അനുവാദം നൽകുകയും ചെയ്യുന്നുണ്ട്. തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്ന് അവരുടെ പൗരന്മാരെ സംരക്ഷിക്കുവാൻ, അവർക്ക് സുരക്ഷ ഒരുക്കുവാൻ ഇസ്രയേലിന്റെ അവകാശത്തെ അംഗീകരിക്കുന്നതായിട്ടാണ് ഇന്ന് ഇതിനോട് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ അത് ഒരു പരിധി വിട്ട് ഉയരുവാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. ഇസ്രയേൽ കണ്ണും പൂട്ടി ഒരു തിരിച്ചടി നടത്തിയാൽ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കില്ല. ഏകദേശം 1,50,000 റോക്കറ്റുകളും അതുപോലെ മിസൈലുകളും ഒക്കെ ഏറെ നാളായി ഇറാൻ തെക്കോട്ട് പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ യുദ്ധം ശക്തി പ്രാപിച്ചാൽ ഒരുപക്ഷെ ലെബനന്റെ സമ്പൂർണ്ണ നാശം തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇസ്രയേലിനും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മേഖലയിൽ മാസങ്ങളായി ലോക നേതാക്കൾ ഇവർ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുവാൻ തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.